നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കേറ്റഡ് സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. സോഷ്യൽ സയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. അത് എന്താണ്, കേറ്റഡ് 1 ആയാലും 2 ആയാലും 3 ആയാലും കാറ്റഗറി ഏതായാലും സോഷ്യൽ സയൻസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിപ്പിച്ചു പോകാം. SCRT ടെക്സ്റ്റ് ബുക്ക് എന്താണോ അത് അങ്ങനെ തന്നെ പഠിപ്പിച്ചു പോകാണ്. കാര്യം അതിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കൂടുതലും വരുന്നത്. ഒരു പാർട്ട് കഴിഞ്ഞു, എന്താണ് സീരീസ് 2 ആണ്, രണ്ടാമത്താണ് വീഡിയോ ആണ് ഇതിലിരുന്നത്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അല്ലേ, ബ്രിട്ടീഷുകാരുടെ എന്താണ് ചൂഷണവും നമ്മുടെ എന്താണ് പ്രതിരോധവും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ എന്ത് ചെയ്തത് റെസിസ്റ്റ് ചെയ്തെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. Impact of the British policies. Farmers were one of the immediate victims of the British. ബ്രിട്ടീഷുകാരുടെ ഭരണം കൊണ്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് വിക്ടിമായത് ആര് തന്നെയാണ്, ഫാമേഴ്സ് തന്നെയാണ് അല്ലെ. ഫാമേഴ്സിനെയാണ് അതിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഇറ്റ് വാസ് ദ ലാൻഡ് റവന്യൂ സിസ്റ്റം. അപ്പോൾ ലാൻഡ് റവന്യൂ സിസ്റ്റം PSCക്ക് ആയാലും LPUPക്ക് ആയാലും കേറ്റഡിന് ചോദിക്കാറുണ്ട്. ഇംപ്ലിമെന്റഡ് ബൈ ദി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് ഫാമേഴ്സിന്റെ എന്താണ് നട്ടല് ഒഴിച്ചതെന്നൊക്കെ പറയാം. ഓക്കെ, ദ എയിം ഓഫ് ദിയർ ടാക്സ് പോളിസി വാസ് ടു മാക്സിമൈസ് ദ ഇൻകം കൂട്ടാനായിട്ടാണ് അവർ എന്ത് കൊണ്ടുവന്നത്, ഈ ടാക്സ് പോളിസീസ് ഒക്കെ കൊണ്ടുവന്നത്. ദ ലാൻഡ് റവന്യൂ സിസ്റ്റം ഇംപ്ലിമെന്റഡ് ഇൻ ദ വേരിയസ് റീജിയൻ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ വാസ് ഡിഫറെന്റ്. ഓരോ സ്ഥലത്തും എന്താണോ വ്യത്യസ്തമായുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ആണ് അവർ കൊണ്ടുവന്നത്. ആ റവന്യൂ നമുക്ക് അതാണ് പഠിക്കാനുള്ളത്. 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. നോക്കാം നമുക്ക് ഏതൊക്കെയാണ്. ഒന്ന്, പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം. ആദ്യം പഠിക്കേണ്ടതാണ് എന്ത്, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ബ്രിട്ടീഷർ കൊണ്ടുവന്നതാണ്. അതിന്റെ ഫീച്ചർ എന്ന് പറയുന്നത്, ഇൻ ദ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ദ ടാക്സ് വാസ് കളക്ടഡ് ബൈ സെമീൻദാസ്. പഠിച്ചു വെക്കുക, സെമീൻദാസ് ടാക്സ് കളക്ട് ചെയ്തിരുന്നത് ഏതിലാണ്, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റിലാണ്. സെമീൻദാസ് വാസ് ദ ഓണർ ഓഫ് ദ എൻറ്റയർ ലാൻഡ് വെയർ ഹി ഹാഡ് ദ ജുറിഡിക്ഷൻ ഓഫ് കളക്ട് ടാക്സ്. അതായത് എന്താണ്, ആ ലാൻഡിന്റെ പൂർണ്ണ അധികാരം ആർക്കായിരുന്നു, സെമീൻദാസിന് തന്നെയായിരുന്നു. അതിനായി പറയുന്നത് എന്താണ്, നിയമപരമായിട്ട് അധികാരം ആർക്കാണ്, ടാക്സ് കളക്ട് ചെയ്യാനുള്ള സെമീൻദാസിനായിരുന്നു. While the Zamindars became the owner of the land, the actual farmers became tenants. സെമീൻദാസ് എന്തായാലും മാറിയപ്പോൾ, ലാൻഡിന് ഓണറായിട്ട് മാറിയപ്പോൾ എന്താണ്, ഫാമേഴ്സ് എന്തായാലും മാറി, കുടിയാനായിട്ട് മാറി, ടെനന്റ് ആയിട്ട് മാറി. ഫാമേഴ്സ് were to pay up to 60% of the yield as tax. അവരുടെ എന്താണ്, അവരുടെ വരുമാനം എന്താണ്, ഈ പറയുന്ന yield, അവരെന്താണ് കൃഷി ചെയ്യുകയും അതുകൊണ്ടാകുന്ന എന്താണ് വിളകളുടെ എത്രയാണ് 60% എന്ത് ചെയ്യേണ്ടി വന്നു, ടാക്സ് ആയിട്ട് അവർക്ക് പേ ചെയ്യേണ്ടി വന്നു. 60% ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വന്നു. ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഈവൻ അറ്റ് ദ ടൈം ഓഫ് പൂർ yield. അത് എന്താണ് ഇപ്പൊ കൃഷിനാശം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ പൂർ yield ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ടാക്സ് പേ ചെയ്യേണ്ടി വന്നു. അവരുടെ ഒന്നും ഉണ്ടാവില്ല, അത്രയും വരുമാനം ഉണ്ടാവില്ല അല്ലേ. നിങ്ങളുടെ കൃഷി എന്താണ് നല്ല രീതിയിൽ നടന്നാലും മോശമായിട്ട് നടന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, 60% ടാക്സ് അടച്ചിരിക്കണം. ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ് സ്ട്രിക്ട്ലി ബിഫോർ ദ കട്ട് ഓഫ് ഡേറ്റ്. കട്ട് ഓഫ് ഡേറ്റ് അവർക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് എന്ത് ചെയ്യണം, ക്യാഷ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, ടാക്സ് അടച്ചിരിക്കണം. അല്ലാതെ എന്ത് കൊടുത്താൽ പോരാ, കൃഷി സാധനങ്ങൾ കൊടുത്താൽ പോരാ, ക്യാഷ് ആയിട്ട് അടച്ചിരിക്കണം. ഇതൊക്കെ കാരണമാണ് എന്ത് ചെയ്തത്, ഇന്ത്യയിലെ ആ ഫാമേഴ്സിനെ നട്ടലൊടിയാൻ കാരണം. അപ്പോൾ ഇത് പഠിക്കേണ്ട കാര്യം പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം ആണ്. അത് ജസ്റ്റ് എന്തെന്ന് മനസ്സിലാവാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. സെമീൻദാസ് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കാം. ഇനി ഇതിൽ പറയുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ലോർഡ് കോൺവാലിസ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഇൻട്രൊഡ്യൂസ്. അപ്പോൾ എന്താണ്, ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയ ആരാണ്, കോൺവാലിസ്. പഠിച്ചു വെച്ചോ, ലോർഡ് കോൺവാലിസ് ആണ് ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. ഇതാണ് ഈ പറയുന്ന പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹമാണ്. ആരാണ്, ലോർഡ് കോൺവാലിസ് ആണ്. In the Raitwari system introduced in South India, the land revenue was collected directly from the farmers. സൗത്ത് ഇന്ത്യയിൽ എന്തല്ല, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ല, ആ റവന്യൂ സെറ്റിൽമെന്റ് ആയിരുന്നില്ല. ഏതായിരുന്നു, റൈറ്റ്വാരി സിസ്റ്റം ആയിരുന്നു. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ലാൻഡ് റവന്യൂ സിസ്റ്റം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, റൈറ്റ്വാരി ആണ്. ഓക്കെ, ദ ലാൻഡ് റവന്യൂ വാസ് കളക്ടഡ് ഡയറക്ട്ലി ഫ്രം ഫാമേഴ്സ്, റയോട്ട്സ് അല്ലെങ്കിൽ എന്താണ്, ഫാമേഴ്സ് അല്ലെങ്കിൽ റയോട്ട്സിന് എന്ത് ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്തിരുന്നു. അതിനെ എന്ത് വിളിച്ചിരുന്ന, റൈറ്റ്വാരി സിസ്റ്റം. സെമീൻദാസ് ഇല്ല, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, ടാക്സ് കളക്ട് ചെയ്തു. സോ ഓണർഷിപ്പ് ഓഫ് ദ ലാൻഡ് വാസ് വെസ്റ്റഡ് വിത്ത് ഫാമേഴ്സ്. ഓണർ ആര് തന്നെയാണ്, ഫാമേഴ്സ് തന്നെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യണം, എക്സസീവ് ടാക്സ് എന്ത് ചെയ്യേണ്ടി വന്നു, അവർ അടയ്ക്കേണ്ടി വന്നു. ഫർദർമോർ ദ ടാക്സ് റേറ്റ്സ് വർ ഫ്രീക്വന്റ്ലി ഇൻക്രീസ്. ടാക്സ് എന്ത് ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകയുണ്ടായി. അത് കഴിഞ്ഞു കേട്ടോ, ജസ്റ്റ് പറഞ്ഞു പോവാണ്. എന്താണ് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് റൈറ്റ്വാരി, ഫാമേഴ്സ് ആണ് എന്തെന്ന് പറയുന്നതിന്റെ ഓണർ എന്ന് പറയുന്നത്. ലാൻഡിന്റെ ഓണർ ഫാർമർ തന്നെയായിരുന്നു. നേരത്തെ സെമീൻദാസ് ആയിരുന്നു. ഏതില്, പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം. ഓക്കെ, അടുത്തൊരു സിസ്റ്റമാണ് മഹൽവാരി സിസ്റ്റം. The village headman was assigned the responsibility to collect tax. അപ്പം വില്ലേജ് ഹെഡ്മാൻ ആണ് എന്ത് ചെയ്യുന്നത്, ടാക്സ് കളക്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ അതേ സിസ്റ്റമാണ് മഹൽവാരി സിസ്റ്റമാണ്. സെമീൻദാസ് കളക്ട് ചെയ്ത് വരുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഫാമേഴ്സിന്റെ കളക്ട് ചെയ്ത സിസ്റ്റം പറഞ്ഞു. ഇപ്പൊ ആരാണ്, വില്ലേജ് ഹെഡ്മാൻ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ദ ടാക്സ് റേറ്റ് വാസ് എക്സസീവ് ഇൻ ദി സിസ്റ്റം. ഇവിടെ എന്തായിരുന്നു, ടാക്സ് വളരെ കൂടുതലായിരുന്നു. ദ എൻറ്റയർ വില്ലേജിന് എന്തറിയപ്പെടുന്നു, മഹൽ എന്ന് അറിയപ്പെടുന്നു. അതാണ് മഹൽവാരി എന്ന് പറയുന്നത്. ഇവിടെ റയോട്ട് എന്ന ഫാമേഴ്സിന് അറിയപ്പെടുന്നുണ്ട്, ഇതിന് റയോട്ട് റൈറ്റ്വാരി എന്ന് അറിയപ്പെടുന്നു കേട്ടോ. The entire village Mahal was
കൺസിഡേർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ് ഫോർ കളക്ട് ടാക്സ് എന്നാണ് ഫോർ ടാക്സ് കളക്ഷൻ. അപ്പോൾ എന്താണ് ദ എൻറ്റയർ വില്ലേജ് മഹലിനെ എന്ത് ചെയ്തു വാസ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ആ ഒരു വില്ലേജ് മൊത്തം ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കാണുകയും അവിടെ നിന്ന് എന്ത് ചെയ്തു ടാക്സ് കളക്ട് ചെയ്തു. ആരാണ്? നമ്മുടെ വില്ലേജ് ഹെഡ്മാൻ. ഇതാണ് മഹൽവാരി. 3 ഓർത്തിരിക്കുക. റെഡ് വാരി ഉണ്ട്, മഹൽവാരി ഉണ്ട്, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ഉണ്ട്. 3 ഓർത്തിരിക്കുക. ഓക്കെ. ഇനി കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതായത് എന്ത് ചെയ്തു? വാണിജ്യം, കൃഷി എന്തിനു വേണ്ടിയാക്കി? വാണിജ്യത്തിന് വേണ്ടി ആക്കിയാൽ മാർക്കറ്റിന് വേണ്ടി കൃഷി ചെയ്യണം. മാർക്കറ്റ് എന്താണോ ആവശ്യം, ബ്രിട്ടീഷുകാർക്ക് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ എന്താണോ ആവശ്യം അതിവിടെ കൃഷി ചെയ്താൽ മതി എന്നാര് പറഞ്ഞു? ബ്രിട്ടീഷുകാർ പറഞ്ഞു. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? ഫാമേഴ്സ് അവരുടെ നട്ടൽ ഓടിയാൽ ബാക്ക് ബോൺ ഓടിഞ്ഞു പോകാൻ കാരണം അതും ആവാം അല്ലെ. Traditionally, the persons in India were engaged in agriculture mainly made to produce things only to meet the needs of their family and village. സാധാരണ ഇന്ത്യയിൽ ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? കൃഷി ചെയ്തിരുന്നത്. അവരുടെ ഫാമിലിക്കും വില്ലേജിനും ജീവിച്ചു പോകാനുള്ള കാര്യങ്ങൾ മാത്രമേ കൃഷി ചെയ്തിരുന്നുള്ളൂ. During the British rule, they were compelled to cultivate crops according to market needs. ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ എന്താണ്? മാർക്കറ്റിന് എന്താണോ ആവശ്യം അത് കൃഷി ചെയ്യേണ്ടി വന്നു. As a result, commercial crops were largely cultivated instead of food crops. അപ്പോൾ ഫുഡ് ക്രോപ്പ്, ക്യാഷ് ക്രോപ്പ് എന്നുള്ള വേർതിരിവുണ്ട്. ഫുഡ് ക്രോപ്പ് എന്ന് പറയുന്ന ആഹാരത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്രോപ്സ് ആയിരിക്കാം, മെയിൻലി ആഹാരത്തിന് വേണ്ടി ആയിരിക്കാം. ക്യാഷ് ക്രോപ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഈ പറയുന്ന നാണ്യവില എന്ന് പറയുന്നതിന് വേണ്ടി ആയിരിക്കാം, മാർക്കറ്റിന് വേണ്ടിയായിരിക്കും, മാർക്കറ്റിലെ പൈസയ്ക്ക് വേണ്ടിയും ക്യാഷ് ക്രോപ്പ്. അതാണ് എന്താ പറയുന്നത്? ക്യാഷ് ക്രോപ്പ് എന്ന് പറയുന്നത് അല്ലേ. അത് കൾട്ടിവേറ്റ് ചെയ്താൽ മതി. ക്യാഷ് ക്രോപ്പ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്താൽ മതി എന്ന് ആര് പറഞ്ഞു? ബ്രിട്ടീഷുകാർ പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ ഇൻഡിഗോ ഒക്കെ കൃഷി ചെയ്യാൻ വരുന്നത്. നീലം, ഡ്രസ്സിൽ എന്ത് നീലമുക്കൊക്കെ കിട്ടിയിട്ടില്ലേ, അതാണ് ബ്രിട്ടീഷ് ഇവിടെ കൊണ്ടുവരികയും ഇവിടെ ആൾക്കാർ കൊണ്ട് എന്ത് ചെയ്തു? ഇൻഡിഗോ ഒക്കെ കൃഷി ചെയ്യുകയും ചെയ്തു, കൾട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് പറ്റാം? നമ്മൾ പല സ്ഥലത്തും പലതും ചെയ്യാൻ പറയില്ല. ഇൻഡിഗോ എവിടെയൊക്കെയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ പറഞ്ഞത്? അല്ലെങ്കിൽ എവിടെയാണ് ചെയ്തിരുന്നത്? ബംഗാളിലും ബീഹാറിലുമാണ് കൂടുതലായിട്ടും ഇൻഡിഗോ. കോട്ടൺ എവിടെയൊക്കെയാണ്? മഹാരാഷ്ട്ര, പഞ്ചാബിലാണ്. അപ്പൊ ഇതൊക്കെ ഏതാണ്? ക്യാഷ് ക്രോപ്പ് ആയിരിക്കും അല്ലെ, കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആയിരിക്കും. ബ്രിട്ടീഷുകാർക്ക് ഇതിന് എന്ത് കിട്ടും? വരുമാനം കിട്ടും. ഓക്കെ. കോട്ടൺ എവിടെയൊക്കെയാണ്? മഹാരാഷ്ട്ര, പഞ്ചാബാണ്. ഷുഗർ കെയിൻ എവിടെയൊക്കെയാണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ ഇപ്പോഴും ഉണ്ട്. ടീ ആസാം, കേരളയിൽ ഇന്നും നമുക്ക് ടീ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ജൂട്ട് ബംഗാളിലാണ്. ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ബംഗാളാണ്. ഈ ബംഗാളിന്റെ ഒരു ഭാഗം ബംഗ്ലാദേശിലാണ്. അപ്പോൾ ഇടയ്ക്ക് ബംഗ്ലാദേശ് ആവുന്ന ലീഡിംഗ് പ്രൊഡ്യൂസർ ബംഗ്ലാദേശായിട്ട് മാറും, ഇടയ്ക്ക് അത് ഇന്ത്യയായിട്ട് മാറി മാറി വരുന്നുണ്ട്. അതുപോലെ തന്നെ വീറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്, പഞ്ചാബാണ്. ഇന്ന് നമ്മൾ ഇവിടെ തന്നെ കൃഷി ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇൻഡിഗോ നമുക്ക് ഇന്ന് ആവശ്യമില്ല. എന്താണ്? ആർട്ടിഫിഷ്യൽ കളേഴ്സ് നമുക്കുണ്ട് അല്ലേ. ബ്രിട്ടീഷുകാർ എന്ത് കണ്ടുപിടിച്ചു? ആർട്ടിഫിഷ്യൽ കളേഴ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ എന്ത് വേണ്ടി വന്നില്ല? അവർക്ക് ഇൻഡിഗോ വേണ്ടി വന്നില്ല. ലാസ്റ്റ് ഇൻഡിഗോ ഫാമേഴ്സ് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും? കുത്തുവാളെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ ഓർത്തിരിക്കുക, ഇവിടേക്കാണ് എന്ത് ചെയ്തത്? കൂടുതലായിട്ടും ഈ പറയുന്ന ക്രോപ്സുകൾ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. ഇനി ഇൻഡിഗോ റിവോൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നത്, ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നീലമാണ്. ഈ പറയുന്ന ഡ്രസ്സിലൊക്കെ മുക്കാൻ ഉപയോഗിക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ കളർ കണ്ടുപിടിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഇൻഡിഗോ ഹാഡ് ഹൈ പ്രൈസ് ഇൻ മാർക്കറ്റ് ഡ്യൂറിംഗ്. അത് ഇൻഡിഗോ എന്നുണ്ടായിരുന്ന മാർക്കറ്റിൽ നല്ല വില ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ ഡൈയിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. ഫോർ നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ് വരെ യൂസ് ചെയ്തതാണ്. ആ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നില്ല? ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഉണ്ടായിരുന്നില്ല. വിത്ത് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ദ 18th century in England. ഇംഗ്ലണ്ടിൽ നിങ്ങൾക്കറിയാം 18th century ഇംഗ്ലണ്ടിലാണ് ആദ്യമായിട്ട് എന്ത് വരുന്നത്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവം ഉണ്ടായി വരുന്നത്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഗ്യാതേർഡ് മച്ച് മൊമെന്റം ആൻഡ് ഡിമാൻഡ് ഫോർ ഇൻഡിഗോ ഫർദർ ഇൻക്രീസ്. അതായത് നിങ്ങൾക്കറിയാം എന്തുണ്ടായി? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് എന്തുണ്ടായി? പ്രാധാന്യം ഉണ്ടായി. അപ്പോൾ എന്താണ്? ഇൻഡിഗോ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യേണ്ടി വന്നു. ബ്രിട്ടീഷ് എവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞു? ഇന്ത്യയിലെ ഫാമേഴ്സിനെ കൊണ്ട് അവരുടെ സ്ഥലത്ത് എന്ത് ചെയ്യിപ്പിച്ചു? ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യിപ്പിച്ചു. It was necessary for the British industrialists to indigo plantation. അതറിയാം, ഇന്ത്യയിൽ ഒരുപാട് ഇൻഡിഗോ പ്ലാന്റേഷൻസ് കൊണ്ടുവരേണ്ടി വന്നു. They gave farmers a good amount. അതിനുവേണ്ടി എന്ത് ചെയ്തു? അത്യാവശ്യം ഒരു അഡ്വാൻസ് എമൗണ്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഫാർമേഴ്സിന് കൊടുക്കുകയും the farmers succumbed to temptation of the company owners and widely planted indigo as they were in trouble with no other means to pay the heavy land tax. അറിയാം, ബ്രിട്ടീഷുകാർക്ക് ഹെവി ലാൻഡ് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്ത് പറ്റും? ഈ പറയുന്ന എമൗണ്ട് ആരെന്ന് വാങ്ങേണ്ടി വന്നു? ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ നിന്ന് വാങ്ങുകയും അവർക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി വന്നു? കൃഷി ചെയ്യേണ്ടിയും വന്നു. അവിടെ എന്താണ്? ഒരു ലാൻഡ് ഉണ്ടെങ്കിൽ അതിൽ ഇത്രയും ഭാഗത്ത് ഇത് മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ, മെയിൻ ഭാഗത്ത് ഇത് മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ, ഏറ്റവും ഫെർട്ടൈൽ ലാൻഡിൽ ഇത് മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് അവരെ കൊണ്ട് എന്ത് ചെയ്തത്? കൃഷി ചെയ്യിപ്പിച്ചിരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഹാർവെസ്റ്റിംഗ് സമയം? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഏറ്റവും ഫെർട്ടൈലുള്ള ഭാഗത്ത് ഏത് കൃഷി ചെയ്യണം? ഇൻഡിഗോ കൃഷി ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? ഫാമേഴ്സ് ഈ പറയുന്ന ഹാർവെസ്റ്റിംഗ് സമയത്ത് ആര് വരും? ബ്രിട്ടീഷ് ഏജൻസ് എന്ത് ചെയ്യാൻ ഇടപെടുകയും അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ഈ പറയുന്ന കർഷകർക്കൊന്നും ഉണ്ടായിരുന്നില്ല, ലാഭമൊന്നും ഉണ്ടായിരുന്നില്ല. അവരെന്ത് ചെയ്യാൻ? അടിമകളെ പോലെ ബ്രിട്ടീഷുകാർക്ക് വേണ്ട കൃഷികൾ മാത്രം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇവിടുത്തെ ട്രഡീഷണൽ ഇൻഡസ്ട്രികൾ അല്ലെങ്കിൽ ട്രഡീഷണൽ അഗ്രികൾച്ചർ രീതികളൊക്കെ എന്ത് ചെയ്തു? മൊത്തം തകരുന്ന ഒരു അവസ്ഥ ഉണ്ടായി. വെൻ ദ ആർട്ടിഫിഷ്യൽ കളേഴ്സ് വെയർ ഇൻവെന്റഡ് ഇൻഡിഗോ ബിക്കം ഒബ്സൊലീറ്റ്. അതെന്താണ്? പതിയെ അവർ എന്ത് കണ്ടുപിടിച്ചു? ആർട്ടിഫിഷ്യൽ കളർ കണ്ടുപിടിച്ചു. പിന്നെ അവർക്ക് എന്ത് വേണ്ടി വന്നില്ല? ഇൻഡിഗോ വേണ്ടി വന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഇൻഡിഗോ ഇൻഡസ്ട്രികളൊക്കെ എന്തായി? ഇൻഡിഗോ കൾട്ടിവേഷനൊക്കെ എന്താ? വെറുതെയായി. അവർ കർഷകർ ഇവിടെ എന്താണ്? അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്? ക്യാഷ് ക്രോപ്പ് അല്ല, ഫുഡ് ക്രോപ്പ് ഒക്കെ മാത്രം നോക്കി ജീവിച്ചിരുന്ന അവരെ കൊണ്ട് ഇൻഡിഗോ ഒക്കെ കൾട്ടിവേറ്റ് ചെയ്തു. ലാസ്റ്റ് ഇൻഡിഗോ വേണ്ടാത്തൊരവസ്ഥ വന്നപ്പോൾ ഇനി നിങ്ങൾ എന്ത് വേണ്ട? ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം മൊത്തം ഒരു എന്തായി?
പട്ടിണി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരും അല്ലേ. ആ ഒരു അവസ്ഥ ആരുണ്ടാക്കി? ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി. ദിസ് മെയ്ഡ് ദ പ്ലൈറ്റ്സ് ഓഫ് ഫാമേഴ്സ് മോർ മിസറബിൾ. അവരുടെ ജീവിതം കുറച്ചുകൂടി എന്താ മിസറബിൾ ആയി, ദുരിതപൂർണ്ണമായി. ഫോർ ദേ ഹാഡ് യൂസ്ഡ് മച്ച് ഓഫ് ദിയർ ലാൻഡ് ഫോർ ഇൻഡിഗോ കൾട്ടിവേഷൻ. അവിടെ മാക്സിമം ലാൻഡ് അവർ എന്ത് കൃഷി ചെയ്തിരുന്നു? ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്തു. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് എന്ത് വേണ്ടി വന്നു? ക്യാഷ് ക്രോപ്പുകൾ വേണം, ഇൻഡിഗോ വേണം. എന്താണ് അവിടെ ഒരുപാട് എന്തുണ്ട്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികളുണ്ട്, ഇൻഡിഗോ വേണം. ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യിപ്പിച്ചു. എപ്പോഴാണോ അവരെന്ന് വിളിച്ചത്? അതായത് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അവിടെ ലാൻഡിന്റെ മെജോറിറ്റി ഭാഗങ്ങളിൽ ഇൻഡിഗോ ആണ് കൾട്ടിവേറ്റ് ചെയ്തത്. മെയിൻ ഫെർട്ടൈൽ ലാൻഡിൽ എന്താണ് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്തത്. പക്ഷേ ആർട്ടിഫിഷ്യൽ കളർ കണ്ടുപിടിച്ചപ്പോൾ അവർ എന്തായി? അവർക്ക് എന്ത് വേണ്ട? ഇൻഡിഗോ വേണ്ട. അങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ ഇന്ത്യക്കാർ മൊത്തം എന്ത് കൃഷി ചെയ്തു? ഇൻഡിഗോ കൃഷി ചെയ്തു അല്ലെ. മെജോറിറ്റി ആൾക്കാർ കൃഷി എന്തായിട്ട് മാറ്റി? ഇൻഡിഗോ ആയിട്ട് മാറ്റി. അവരുടെ ജീവിതം എന്തായി? ദുരിതപൂർവ്വമായിട്ട് മാറി. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്തുണ്ടാകുന്നത്? ഇൻഡിഗോ റിവോൾട്ട് ഉണ്ടാകുന്നത്. ഇൻ 1859 ദ ഫാമേഴ്സ് ഓഫ് ബംഗാൾ, ബംഗാളിലെ ഫാമേഴ്സ് എന്ത് ചെയ്തു? ഓർഗനൈസ്ഡ് ദംസെൽഫ് ആൻഡ് ഡിക്ലെയർഡ് ദാറ്റ് ദേ വെർ ഗിവിംഗ് അപ്പ് ഇൻഡിഗോ കൾട്ടിവേഷൻ. 1859 ബംഗാളിലെ ഫാമേഴ്സ് എന്ത് ചെയ്തു? ഒത്തുകൂടിയിട്ട് അവർ എന്ത് പറഞ്ഞു? ഇനി ഞങ്ങൾ എന്ത് ചെയ്യില്ല? ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യില്ല. ദേ അറ്റാക്ക്ഡ് ഇൻഡിഗോ ഫാക്ടറീസ് വിത്ത് ബോ. ഇൻഡിഗോ ഫാക്ടറീസ് അറിയാലോ, ബ്രിട്ടീഷ് ഈ പറഞ്ഞ ഇൻഡസ്ട്രിയലീസിന്റെ ആണ് അല്ലെ, ബ്രിട്ടീഷുകാരെയാണ്. അവരെന്തു? ആ ഫാക്ടറികളെ വിത്ത് അമ്പും വില്ലും സോഡും വാളും സ്പിയർ കുന്തങ്ങളൊക്കെ വെച്ച് എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്തു. സെവറൽ വിമൻ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിവോൾട്ട്. ഇതിൽ ആരും പങ്കെടുത്തിരുന്നു? വിമണും പങ്കെടുത്തിരുന്നു. ദ റയോട്ടേഴ്സ് എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ദ ബ്രിട്ടീഷ് സപ്പോർട്ടേഴ്സ് ആൻഡ് ദോസ് ഹു വർക്ക് ഫോർ ദ ബ്രിട്ടീഷ്. അതായത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ അവർ എന്ത് ചെയ്തു? അവിടെ നിന്ന് എക്സ്പ്ലോഡ് ചെയ്തല്ലേ, പുറത്താക്കി. ഹിയറിംഗ് ദ ന്യൂസ് സെവറൽ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഫ്രം കൽക്കത്ത റീച്ച്ഡ്. ഈ ന്യൂസ് പരക്കും, നമുക്കറിയാം ഇങ്ങനെ റിവോൾട്ട് ഉണ്ടാകുമ്പോൾ ന്യൂസ് പരക്കും. കൽക്കത്തയിലെ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഫ്രം കൽക്കത്തയിലാണ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ എന്ത് ചെയ്തു? റിവോൾട്ട് ഏരിയയിൽ എത്തുകയും അവരുടെ സപ്പോർട്ടും ഇതിൽ എന്ത് ചെയ്തു? അറിയിക്കുകയും ചെയ്തു. The revolt had a strong effect on the government. ഗവൺമെന്റിൽ എന്തുണ്ടാക്കി? ഒരു സ്ട്രോങ് എഫക്ട് ഉണ്ടാക്കി. The government immediately appointed a commission to study the problems of the indigo farmers. എന്താണ് ഇൻഡിഗോ ഫാമേഴ്സിന്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ ഒരു കമ്മീഷനെയും അവർ എന്ത് ചെയ്തു? ഗവൺമെന്റ് നിയോഗിച്ചു. The commission found that indigo farming was uneconomic and proposed to stop it. അതായത് എന്താണ്? ഇൻഡിഗോ ഫാമിംഗ് ആൾക്കാർക്ക് എന്താണ്? അൺഎക്കണോമിക് ആണ്, സാമ്പത്തികം ലാഭം ഉണ്ടാക്കാത്തതാണ്. അതുകൊണ്ട് എന്ത് അത് നിർത്തലാക്കാൻ അവർ പറയുകയും ചെയ്തു. അപ്പോൾ എന്താണ് 1859 എന്ത് നടന്നു? ആൾക്കാർ, ബംഗാൾ ആൾക്കാർ ഒന്നിച്ചു കൂടുകയും ഇനി നമ്മൾ എന്ത് ചെയ്തില്ല? ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യില്ല എന്ന് പറയുകയും എന്തിന് അറ്റാക്ക് ചെയ്തു? ഇൻഡിഗോ ഫാക്ടറീസിനെ അറ്റാക്ക് ചെയ്തു. അവിടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടറി വർക്ക് ചെയ്ത ആൾക്കാരെയും അല്ലെങ്കിൽ അവിടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അവിടെ എന്ത് ചെയ്തു? പുറത്താക്കുകയൊക്കെ ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡിഗോ റിവോൾട്ട് എന്ന് പഠിക്കുന്നത്. ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം, ഇൻഡിഗോ റിവോൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആരാണ്? ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു ചെറുത്ത് നിൽപ്പാണ് ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ കേരളത്തിലും ഉണ്ടായിരുന്നു പെസന്റ് റിവോൾട്ട്സ് ഇൻ കേരള. പെസന്റ് റിവോൾട്ട്സ് ഇൻ കേരള. ബ്രിട്ടീഷ് മലബാർ വിറ്റ്നസ്ഡ് മെനി പെസന്റ് സ്ട്രഗിൾ. എന്താണ് ബ്രിട്ടീഷ് മലബാറിൽ എന്ത് നടന്നു? അന്ന് കേരളം ഉണ്ടായിരുന്നില്ല. കേരളം 1956 നവംബർ 1 കേരളം രൂപീകരിക്കുന്നത്. അപ്പം ബ്രിട്ടീഷ് മലബാറിൽ എന്തുണ്ടായിരുന്നു? ഒരുപാട് പെസന്റ് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ദ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സപ്രഷൻ ഓഫ് ലാൻഡ് ലോഡ്സ് ആൻഡ് ബ്രിട്ടീഷ് ദാറ്റ് ലെഡ് ടു ദ റിവോൾട്ട് ഇൻ മലബാർ. എങ്ങനെയാണ്? ഒരുപാട് ചൂഷണം ഉണ്ടായിരുന്നു. ലാൻഡ് ലോഡ്സ്, ജന്മികൾ അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സ് എന്ത് ചെയ്തു? ഒരുപാട് ചൂഷണം എന്താണ് അവിടുത്തെ ആൾക്കാർ മൂലം അല്ലെങ്കിൽ പെസന്റ്സിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. അത് കാരണമാണ് എന്തുണ്ടായത്? മലബാർ റിവോൾട്ടുകൾ ഉണ്ടായത്. അപ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷ് ട്രീറ്റഡ് ചെയ്യുന്ന ജന്മിമാരെയാണെന്ന് പറയുന്നത് ലാൻഡ് ലോഡാക്കി മാറ്റിയത്. പെസന്റ്സ് എന്തായിട്ട് മാറി? കുടിയനായിട്ട് മാറി. അതുപോലെ തന്നെ ദ റിവോൾട്ട് വാസ് അഗെയിൻസ്റ്റ് ദ ഓട്ടോസിറ്റീസ് ഓഫ് ദ ലാൻഡ് ലോഡ്സ് ഇൻക്ലൂഡിംഗ് ദ എവിക്ഷൻ ഓഫ് ടെനൻസ്. അതായത് എന്ത് ചെയ്തു? ടെനൻസ് എന്ന് വെച്ചാൽ അറിയാം, കുടിയാൻ എന്ത് ചെയ്തു? ആ ലാൻഡിൽ നിന്ന് ഇറക്കി വിടുക എന്നുള്ള ഇതുപോലത്തുള്ള ഓട്ടോസിറ്റീസിന് ക്രൂരതകൾ അല്ലെങ്കിൽ ക്രൂലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആര് നടത്തിയത്? ജന്മിമാർ നടത്തിയത് അല്ലെ. ഇങ്ങനെ സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, മലബാറിൽ എന്താണ് ലാൻഡ് ലോഡിനെ എന്താക്കി മാറ്റി? അല്ലെങ്കിൽ ജന്മി എന്താക്കി മാറ്റി? ലാൻഡിന്റെ ഓണറാക്കി മാറ്റി. പെസൻസ് എന്ന് പറയുന്ന ആൾ ജസ്റ്റ് കുടിയാൻ മാത്രം കൃഷി ചെയ്യാം, അവകാശം ഉണ്ടായാൽ കൃഷി ചെയ്യാം. പിന്നെ ടാക്സ് ഒക്കെ ആർക്ക് കൊടുക്കണം? ജന്മിമാർക്ക് കൊടുക്കേണ്ടി വരും അല്ലേ. ഈ ഒരു അവസ്ഥയിൽ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ദുരിതപൂർവ്വമായിരുന്നു. സച്ച് ഓട്ടോസിറ്റീസ് വെയർ ക്യാരിഡ് ഔട്ട് വിത്ത് സപ്പോർട്ട് ഓഫ് ബ്രിട്ടീഷ്. ആ ജന്മിമാരുടെ ക്രൂരതകൾക്ക് ആരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. Farmers of South Malabar were tenants who cultivate the land obtained on lease from landlords. അപ്പോൾ ലാൻഡ് ലോഡ്സ് എന്ന് കൃഷി എന്താണ് ലീസിന് എടുത്തായിരുന്നു ആര് കൃഷി ചെയ്തിരുന്നത്? സൗത്ത് മലബാറിലെ ഫാമേഴ്സ് കൃഷി ചെയ്തിരുന്നത്. അവരാണ് ടെനൻസ് എന്ന് വിളിക്കുന്നത്, കുടിയാനെന്ന് വിളിക്കുന്നത്. അവർക്ക് ലാൻഡിൽ ഓണർഷിപ്പ് ഇല്ല. മോസ്റ്റ് ഓഫ് ദീസ് ടെനൻസ് വയ മാപ്പിളാസ്. എന്ന് വെച്ചാൽ ആ ടെനൻസ്, ആ കുടിയന്മാർ ആരായിരുന്നു? എന്താണ് മാപ്പിളമാരായിരുന്നു. മാപ്പിളമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാറിലെ മുസ്ലിംസിന് അറിയപ്പെടുന്ന പേരാണെന്ന് അറിയപ്പെടുന്നത് മാപ്പിളാസ് എന്ന് അറിയപ്പെടുന്നത് അല്ലേ. അതാണ് മാപ്പിള ലഹള എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നത്. സോ ദീസ് സ്ട്രഗിൾസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ 19th century ഓർ നോൺ ആസ് മാപ്പിള ലബൈൻ. അപ്പോൾ എന്താണ് 19ാം നൂറ്റാണ്ടിൽ, അതായത് 1800 മുതൽ 1900 വരെയുള്ള കാലഘട്ടമാണ് 19th century എന്ന് പറയുന്നത്. ആ 19th centuryയിൽ മലബാറിൽ നടന്ന എന്താണ് ഈ മാപ്പിളമാർ നടത്തിയ ലഹള എന്ത് അറിയപ്പെടുന്നു? മാപ്പിള റെബല്യൻസ് എന്നറിയപ്പെടുന്നു. മലബാറിലാണ് നടന്നത് കേട്ടോ. നിങ്ങൾക്കറിയാം കനോലി പ്ലോട്ടൊക്കെ നിങ്ങൾക്ക് അറിയാം. ഡ്യൂറിങ് മാപ്പിള റയോട്ട്സ് എന്ന് പറയുന്നത് മാപ്പിള കലാപങ്ങൾ നടക്കുന്ന സമയത്ത് ദ ഇൻസർജൻസ് മർഡേഡ് കനോലി. കനോലി എന്ത് ചെയ്തു? കൊല്ലുകയുണ്ടായി കനോലി. അപ്പോൾ ഡ്യൂറിങ് മാപ്പിള റയോട്ട്സ്, മാപ്പിള ലഹളയ്ക്കിടയിൽ എന്താണ് ഇൻസർജൻസ് എന്ത് ചെയ്തു? ആരെ മർഡർ ചെയ്തു? ആരെ കൊന്നു? കനോലി കൊന്നു അല്ലേ. അന്നത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓഫ് മലബാറിലെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കനോലി എന്ത് ചെയ്തു? വധിക്കുകയുണ്ടായി. എവിടെ വെച്ചിട്ടാണ്?
അദ്ദേഹത്തിന്റെ റെസിഡൻസ് വസതിയായ വെസ്റ്റ് ഹിൽ കാലിക്കറ്റാണ് കേട്ടോ. അത് ചോദ്യം ചാൻസ് ഇല്ല, എക്സിഡന്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഓർത്തിരിക്കുന്നതാണ് നമ്മുടെ 19ാം നൂറ്റാണ്ടിൽ എന്ത് നടന്നു? മാപ്പിള ലഹള നടന്നു. കേരളത്തിലാണ് മാപ്പിള ലഹള നടക്കുന്നത്. അറൌണ്ട് 22% റിവോൾട്ട് പ്ലേസ്. മലബാറിലെ ഏകദേശം 22 എത്രയാണ് അത് ചിലപ്പോൾ ചോദ്യം 22 എന്താണ് റിവോൾട്ട് എപ്പോൾ നടന്നു? മലബാറിൽ നടന്നു. ടു സപ്രസ് ദീസ് റിവോൾട്ട് ബ്രിട്ടീഷ് റൈസ്ഡ് സ്പെഷ്യൽ ആർമഡ് പോലീസ് ബറ്റാലിയൻ. അതായത് ഈ ലഹള അടിച്ചമർത്താൻ വേണ്ടി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഒരു സ്പെഷ്യൽ ആർമഡ് പോലീസ് ബറ്റാലിയൻ കൊണ്ടുവന്നു. അതിന്റെ പേരാണ് മലബാർ സ്പെഷ്യൽ പോലീസ്, MSP എന്ന് പറയും കേട്ടോ. MSP മലബാർ സ്പെഷ്യൽ ഫോഴ്സ് ടു എൻക്വയർ അബൌട്ട് ദ ഫ്രീക്വന്റ് റിവോൾട്ട്സ് ടു ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുക, MSP ഒന്ന് പഠിക്കുക. MSP ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ റിവോൾട്ടുകൾക്ക് കാരണം എന്തെന്ന് പഠിക്കാൻ വേണ്ടി വില്യം ലോഗൻ കമ്മീഷനെ ഏർപ്പെടുത്തി. വില്യം ലോഗന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഒരു കമ്മീഷനെ ഏർപ്പെടുത്തി. അപ്പോൾ അതും പഠിക്കുക. വില്യം ലോഗൻ കമ്മീഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കുക കേട്ടോ. ദ കമ്മീഷൻ പോയിന്റഡ് ഔട്ട് ദ കോസ് ഓഫ് ദ സ്ട്രഗിൾ വാസ് അൺഫെയർ ലാൻഡ് റവന്യൂ സിസ്റ്റം. എന്താണ്? ലാൻഡ് റവന്യൂ സിസ്റ്റത്തിന്റെ പോരായ്മകൾ കാരണം അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ കാരണമാണ് റിവോൾട്ടുകൾ ഉണ്ടായതാണ് അവർ പഠിച്ചു പറഞ്ഞത്. അപ്പം വില്യം ലോഗൻ ഇമ്പോർട്ടന്റ് ആണ്, MSP ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്നത് എന്താണ്? കേരളത്തിൽ എന്ത് നടന്നിട്ടുണ്ട്? പെസന്റ് റിവോൾട്ട് നടന്നത്. മാപ്പിള ലഹള ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. ഇനി സ്ട്രഗിൾ സ്റ്റോൺസ് ഇൻ ജംഗിൾസ്, കാടുകളിലും എന്തുണ്ടായിട്ടുണ്ട്? ഈ പറയുന്ന സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നമുക്ക് പഠിക്കേണ്ടെന്ന് പറയുന്ന ആരാണ്? സാന്താൾ ഇമ്പോർട്ടന്റ് ആണ്. സാന്താൾ ഈസ് എ ട്രൈബ് ഇൻഹബിറ്റിംഗ് ദ വാലി ഓഫ് രാജ്മഹൽ ഹിൽസ്. അപ്പോൾ രാജ്മഹൽ ഹിൽസ് ഓർത്തിരിക്കുക, സന്താളന്മാർ ഓർത്തിരിക്കുക. സാന്താൾസ് എന്ന് പറയുന്നത് രാജ്മഹൽ ഹിൽസിലെ റെസിഡൻസ് ആണ്. അവർ അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്, ഇൻഹബിറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. സ്ട്രെച്ചിങ് അക്രോസ് ദ പേഴ്സൺ ബംഗാൾ. ഇന്നത്തെ ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാറിലൊക്കെ എന്താണ്? സ്പ്രെഡ് കിടക്കുന്ന സ്ഥലത്താണ് എന്ന് പറയുന്നത് രാജ്മഹൽ ഹിൽസിലാണ് അവർ താമസിച്ചിരുന്നത്. They lived closely with the nature and earned a living by farming and collecting forest wood. അവർ എന്താണ്? കാടുമായി ഇണങ്ങിയാണ് ജീവിച്ചിരുന്നത്. കാട്ടിലെ സാധനങ്ങളൊക്കെ എന്താണ് എടുക്കുകയും അല്ലെ അതുവഴി ഇണങ്ങിയാണ് അവർ ജീവിച്ചിരുന്നത്. അതൊക്കെ ഫോറസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ എന്താണ് കളക്ട് ചെയ്താണ് അവർ ജീവിച്ചിരുന്നത്. They were sturdy and hard working and had their own unique culture. അവർക്ക് അവിടെ എന്താണ്? അവർ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, അവർക്ക് അവരുടെ കൾച്ചറൊക്കെ ഉണ്ട്. അങ്ങനെ സ്വന്തം കൾച്ചറൊക്കെ ഉണ്ടായിട്ട് കാടുമായിട്ട് ഇണങ്ങി ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ് സാന്താളന്മാരെന്ന് പറയുന്നത്. ഒരു ട്രൈബാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബ്രിട്ടീഷുകാർ എന്ത് കൊണ്ടുവരുന്നത്? അവരുടെ ഫോറസ്റ്റ് ആക്ട് കൊണ്ടുവരുന്നത്. ബ്രിട്ടീഷുകാർക്ക് കപ്പലുകളും റെയിൽവേയും അതുപോലെ ഇതൊക്കെ നിർമ്മിക്കണമല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടി എന്ത് ചെയ്തു? ഈ കാടുകൾ കയറരുതെന്നും കാടിൽ നിന്ന് പ്രൊഡക്ട്സ് എന്ത് ചെയ്യില്ല ഇവർ കളക്ട് ചെയ്യുന്നൊക്കെ നിയമം കൊണ്ടുവരികയുണ്ടായി. ആരാണ്? സന്താളന്മാർ. അപ്പൊ അത് കാരണം എന്ത് ചെയ്തു? അവരുടെ ജീവിതത്തെ ബാധിച്ചു. കാടുമായിട്ട് ഇണങ്ങിയിരിക്കുന്ന ഒരു ട്രൈബാണ് സന്താൾസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ അടുത്ത് കാട്ടിൽ കയറല്, ഫോറസ്റ്റ് ഗുഡ്സ് എന്ത് ചെയ്യില്ല കളക്ട് ചെയ്യൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ ബാധിക്കും. അങ്ങനെ ബാധിക്കുകയും അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്തു? ഒരു വിപ്ലവം നയിക്കുകയും ചെയ്തു. അതാണ് ഇതിൽ വരുന്നത് കേട്ടോ. അതിൽ ലീഡേഴ്സിനെ പഠിക്കുക. സിദോ കാൻഹു, PSCയും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, കേട്ടിട്ടും ചോദിക്കാറുണ്ട്. സിദോ കാൻഹു ആണ് ഈ പറയുന്ന സാന്താളന്മാരുടെ ലീഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരാണ് ലീഡർ ആയിരുന്നത്. രാജ്മഹൽ ബിക്കേം എ ബാറ്റിൽ ഫീൽഡ്. രാജ്മഹൽ എന്തായിട്ട് മാറി? ഒരു ബാറ്റിൽ ഫീൽഡ് ആയിട്ട് മാറുകയും ദ ബ്രിട്ടീഷ് വേർ ഷോക്ക്ഡ് അറ്റ് ദിയർ ഫൈറ്റിംഗ് സ്പിരിറ്റ്. അത്യാവശ്യം നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റോട് തന്നെയാണ്. അവർ ട്രൈബായിരുന്നു, ആദിവാസികളായിരുന്നെങ്കിലും അവർ എന്ത് ചെയ്തു? നല്ല സ്പിരിറ്റോട് കൂടി തന്നെയാണ് അവർ യുദ്ധം ചെയ്തത്. ബട്ട് ദ സന്താലൻസ് കുഡ് നോട്ട് കീപ് ഇറ്റ്. നമുക്കറിയാം അവരുടെ കയ്യിലുള്ള ആയുധങ്ങളും ബ്രിട്ടീഷുകാരുടെ ആയുധങ്ങളും നമ്മൾ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല അല്ലേ. തൗസൻഡ്സ് ഓഫ് സന്താൽസ് വേ കിൽഡ് ഇൻ ദ സ്ട്രഗിൾ. ഈ സ്ട്രഗിൾ എന്ത് ചെയ്തു? 1000-ഓളം സന്താളന്മാർ എന്ത് ചെയ്തു? മരിക്കുകയുണ്ടായി. ദ പോസ്റ്റൽ സ്റ്റാമ്പ് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ഹോണർ സിദോ ആൻഡ് കാൻഹു. ഇതൊക്കെ സന്താൾ റെബലിയൻ നയിച്ചവരാണ് സിദോ ആൻഡ് കാൻഹു ആണ് അല്ലേ. അവരുടെ ഓർമ്മയ്ക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്. 2002 കേട്ടോ, 2002. അപ്പം ഓർത്തിരിക്കുക, സന്താൾ ലഹള എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെബലിയൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിദോ കാൻഹു ഈ ഇടയ്ക്കും PSC ചോദിച്ചിട്ടാണ്, അപ്പം കേട്ടിട്ടും ചോദിക്കാം, ഓർത്തിരിക്കുക കേട്ടോ. ഏതാണ്? രാജ്മഹൽ ഹിൽസ് ആണ്, അത് ഓർത്തിരിക്കാം. കുറിച്യ റിവോൾട്ട് കേരളത്തിൽ നടന്നതാണ്. അപ്പം നമുക്ക് PSCയിലെല്ലാം ചോദിക്കത്തില്ല, നമുക്കറിയാം കേരളത്തിൽ നടന്നതാണ്. കുറിച്യ റിവോൾട്ട് എന്ന് പറയുന്നത് 1812 കുറിച്യ റിവോൾട്ട് നടക്കുന്നത് കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെക്കുന്നതാണ്. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? കുറിച്യരും കുറുമ്പരും ഉണ്ട്. ട്രൈബ്സ് ഓഫ് വയനാടാണ്. നേരത്തെ പറഞ്ഞ സന്താളന്മാരല്ല, ഇതാരൊക്കെയാണ്? കുറിച്യ കുറുമ്പരാണ്. കുറിച്യരും കുറുമ്പരും ചേർന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നയിച്ചത്. 1805 പഴശ്ശി കലാപം അവസാനിച്ചു. പഴശ്ശിരാജയെ കുറിച്യർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പഴശ്ശി കലാപങ്ങളിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? അതിനുശേഷം അവർക്കെതിരെ എടുക്കുന്ന നിയമങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. ഒരുപാട് ടാക്സ് കൂട്ടി. അതുപോലെ തന്നെ എന്താണ്? ക്യാഷ് ആയിട്ട് ടാക്സ് കൊടുക്കണം. അപ്പോൾ ആദിവാസികളാണെന്ന് നമുക്കറിയാം കുറിച്യർ കുറുമ്പർ. അപ്പോൾ അവരുടെ ക്യാഷ് ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരെ കാണും. അതുപോലെ തന്നെ എന്താണ്? അവിടെ അഗ്രികൾച്ചർ ലാൻഡൊക്കെ എന്ത് ചെയ്താണ്? ടാക്സ് അടച്ചില്ല എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടും അല്ലേ. അതാണ് കുറിച്യ റിവോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ലീഡർ ആരായിരുന്നു? രാമനമ്പിയാണ്. പഠിച്ചു വെക്കുക, ലീഡർ ആരാണ്? രാമനമ്പിയാണ്. ഈ സ്ട്രഗിൾ വേറെ ആൾക്കാരും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് സപ്രസ് ദ സ്ട്രഗിൾ കില്ലിംഗ്. ആരെ കൊന്നു? ബ്രിട്ടീഷുകാർ രാമനമ്പിയെ, അവരുടെ ലീഡറിനെ വധിക്കുകയുണ്ടായി. TH ബാബർ അപ്പോഴത്തെ എന്താണ്? സബ് കളക്ടർ ആയിരുന്ന, തലശ്ശേരി സബ് കളക്ടർ ആയിരുന്ന TH ബാബർ ഇങ്ങനെയാണ് പറഞ്ഞത്: ഇഫ് ദ റയോട്ടേഴ്സ് കുഡ് റെസിസ്റ്റ് ഓൺ മോർ മന്ത് ദേ കുഡ് കൺട്രോൾ ദ എൻറ്റയർ സ്റ്റേറ്റ്. ഒരു മാസം കൂടി അവർ പിടിച്ചു നിന്നിരുന്നെങ്കിൽ, ഇവരുടെ യുദ്ധം നിന്നിരുന്നെങ്കിൽ ആ സ്റ്റേറ്റ് മൊത്തത്തിൽ പിടിച്ചെടുക്കാൻ ആർക്ക് കഴിഞ്ഞനെ? കുറിച്യർക്ക് കഴിഞ്ഞനെ, അല്ലെങ്കിൽ കുറിച്യർക്കും കുറുമ്പർക്കും കഴിഞ്ഞനെ എന്നാണ് ആര് പറഞ്ഞത്? TH ബാബർ പറഞ്ഞത്. TH ബാബറുടെ പേര് ഓർത്തിരിക്കുക. രാമനമ്പി ലീഡറിനെ ഓർത്തിരിക്കുക. വർഷം 1812 ഓർത്തിരിക്കുക. പഴശ്ശി കലാപം 1805 അവസാനിച്ചു കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇതൊക്കെ തന്നെ ഇതിനകത്ത് പറയാനുള്ളൂ. ടെസ്റ്റിൽ ഒരുപാട് പഠിക്കാനുണ്ടെങ്കിൽ ടെസ്റ്റിൽ ഇത്രേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ,
സന്താളന്മാരും അല്ലെ കുറിച്യർക്കും മാത്രമല്ല ഇന്ത്യയിൽ എന്ത് ചെയ്തത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. പെഹരിയ റെബലിയൻ ഉണ്ടായിട്ടുണ്ട്, കോൾ റെബലിയൻ ഉണ്ടായിട്ടുണ്ട്, കാസി റെബലിയൻ ഉണ്ടായിട്ടുണ്ട്, ബിൽ, അതുപോലെ തന്നെ മുണ്ട റെബലിയൻ, ഇങ്ങനെ ഒരുപാട് റെബലിയൻ ആർക്ക് ഉണ്ടായിട്ടുണ്ട്, എവിടെ ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ടെസ്റ്റ് പറയുന്നില്ല, അപ്പൊ നമുക്കത് പഠിക്കണ്ട, ഇത് ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഓക്കെ, listen to the words K. Suresh Singh. K. Suresh Singh പറഞ്ഞത് ഇങ്ങനെയാണ്, historian about the tribal struggles in India. The anti-British struggles of illiterate tribal communities were more aggressive, intense and continuous than any other sects including persons. Okay, ബാക്കി ഉണ്ടായിരുന്ന ഈ പറയുന്ന ബ്രിട്ടീഷർക്ക് എതിരെ പോരാടിയ ആൾക്കാരെക്കാളും കൂടുതൽ എന്താണ് അഗ്രസീവായിട്ടും ഇന്റൻസ് ആയിട്ടും കണ്ടിന്യൂസും ആയിരുന്നു ആരെന്ന് പറയുന്നത് ഇല്ലിറ്ററേറ്റ്, എന്താണ് എഴുത്തും വായനയും അറിയാത്ത ഇല്ലിറ്ററേറ്റ് എന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി, അവരെ കൂടുതൽ എന്താണ് പോരാട്ട വീര്യം ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഇവർക്ക് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളൂ കേട്ടോ, അതും ചോദ്യം വരില്ല. അപ്പൊ നമ്മൾ ഇന്ത്യയിലെ ഇൻഡസ്ട്രികൾ തകർന്നു കേട്ടോ, അഗ്രികൾച്ചർ തകർന്നതുപോലെ ബ്രിട്ടീഷുകാർ കാരണം ഇന്ത്യയിൽ എന്ത് തകർന്നു, ഇന്ത്യയുടെ ഇൻഡസ്ട്രികൾ തകർന്നു. പോട്ടറി തകരാൻ കാരണം എന്താണ്, ഇമ്പോർട്ട് ഓഫ് അലുമിനിയം വെസൽ. അലുമിനിയം വെസൽ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നത് വഴി പോട്ടറി തകർന്നു. ടാനിങ് എന്ന് വെച്ചാൽ ഈ ആനിമൽസിന്റെ ഒക്കെ സ്കിന്ന് വെച്ചിട്ട് നമ്മൾ ലെതറൊക്കെ ഉണ്ടാക്കുന്ന ടാനിങ് എന്ന് പറയുന്നത് തകരാൻ കാരണം എന്താണ്, എക്സ്പോർട്ട് ഓഫ് റോ ലെതർ ടു യൂറോപ്പ്. നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്തു, ഇവിടുന്ന് റോ ലെതർ എങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തു, യൂറോപ്പിലോട്ട് എക്സ്പോർട്ട് ചെയ്തു. അതുപോലെ കാർപ്പൻട്രി തകരാൻ കാരണം എന്താണ്, യൂസ് ഓഫ് മെഷീൻസ് മെയ്ഡ് ഓഫ് മെറ്റൽസ് അല്ലെ, മെറ്റൽസ് ഉപയോഗിച്ചുള്ള മെഷീൻസ് കൊണ്ടുവന്നപ്പോൾ കാർപ്പൻട്രി ഒക്കെ എന്ത് ചെയ്തു, തകർന്നു പോയി. അപ്പം ഇതൊക്കെ കാരണം ഏകദേശം ലാക്സ് ഓഫ് പീപ്പിൾ ഡൈഡ് ഓഫ് ഫെമിൻ, എന്താണ് ലക്ഷക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്തു, പട്ടിണി കാരണം മരിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സാർവേഷൻ ഒക്കെ കൊണ്ട് മരിച്ചു എന്നാണ് പറയുന്നത്. കാര്യം ഏതാണ്, അഗ്രികൾച്ചർ തകർന്നു, അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയും ഇന്ത്യയിൽ തകർന്നു. ആര് കാരണം, ബ്രിട്ടീഷുകാർ കാരണം. ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലെ, 1887 ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം അതിനെപ്പറ്റി. ഈ പ്രശ്നം എന്ന് പറയുന്നത് എന്ത് ചെയ്തു, സപ്ലൈ ചെയ്ത് എന്താണ് എൻഫീൽഡ് റൈഫിൾസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അവർ കാറ്ററിച്ചിൽ വെടികൊണ്ടില്ലെന്നാണ് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്നുള്ളൊരു റൂമർ സ്പ്രെഡ് ആകുകയും ഇത് കാരണമാണ് അവർ എന്തുണ്ടാകും, കാരണം ഈ പറയുന്ന 1857 ഉണ്ടാകും. കാരണം മെയിൻ കാരണം എന്ന് പറയുന്നത് ഹിന്ദു സോൾജേഴ്സും മുസ്ലിം സോൾജേഴ്സും അത് പ്രശ്നമാണ്, അവരെ പ്രൊവോക്ക് ചെയ്യാം. അതുപോലെ തന്നെ അത് യൂസ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ആൾക്കാർ എന്ത് ചെയ്തു, പണിഷ് ചെയ്തു അല്ലെ, ഓഫീസേഴ്സ് പണിഷ് ചെയ്തു. ബാരക്പൂർ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ ആൻഡ് ഇന്ത്യൻ സോൾജർ ഷോട്ട് അറ്റ് എ ബ്രിട്ടീഷ് ഓഫീസർ. അതേ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഓഫീസറെ വെടിവെക്കുക ഉണ്ടായി. ഫോഴ്സ് ഹിം ടു യൂസ് ദ കാറ്ററി, ആ കാറ്ററിച്ച് വെടികൊണ്ട് യൂസ് ചെയ്യാൻ ഫോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ മംഗൾ പാണ്ഡെ എന്ത് ചെയ്തു, ആ ബ്രിട്ടീഷ് ഓഫീസറെ വെടിവെക്കുക ഉണ്ടായി. അദ്ദേഹത്തെ എന്ത് ചെയ്തു, ഈ പറയുന്ന അറസ്റ്റ് ചെയ്യുകയും തൂക്കിലേക്കില്ല. അപ്പൊ ആദ്യമത്തെ രക്തസാക്ഷിയാണ് ആരെന്ന് പറയുന്ന മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്, അങ്ങനെ ചോദ്യം വരാം. ഇതിലെല്ലാവരും പങ്കെടുത്തിരുന്നു കേട്ടോ, ക്രാഫ്റ്റ്സ്മെനും കിങ്ങും എല്ലാവരും പങ്കെടുത്തിരുന്നു. അപ്പൊ ഇതാണെന്ന് ഓർത്തിരിക്കേണ്ടത്, മംഗൾ പാണ്ഡെ എന്ന് ഓർത്തിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്തു, ഇതിൽ എല്ലാവരും പങ്കെടുത്തിരുന്നു നമ്മൾ പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയ എന്താണെങ്കിൽ ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ടത് റയോട്ടേഴ്സ് ചെയ്ത് പിടിച്ചെടുത്തു, ഡൽഹി പിടിച്ചെടുക്കുകയും അവിടെ രാജാവായിട്ട് എംപററായിട്ട് ആരും പ്രഖ്യാപിക്കുകയും ചെയ്തു, ബഹദൂർ ഷാ സെക്കൻഡ്. അത് പഠിച്ചു വയ്ക്കുക, ബഹദൂർ ഷാ സെക്കൻഡ് കാര്യം പഠിച്ചു വയ്ക്കാം, ചോദിക്കാം. ബഹദൂർ ഷാ സെക്കൻഡിനെ ഇന്ത്യയുടെ എംപററായിട്ട് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് പഠിക്കാനുള്ളത് ഈ പറയുന്ന ഇതാണ്. ഓരോ സെന്ററിലും ഈ പറയുന്ന 1857 റിപ്പോർട്ടിൽ ഓരോ സെന്ററിലും ആരൊക്കെയായിരുന്നു ലീഡർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഡൽഹി ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു, ഡൽഹി നമ്മളിപ്പോൾ പറഞ്ഞതാണ്, ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു. ഝാൻസി ആരാണ്, റാണി ലക്ഷ്മിബായി ആണ്, അവരെന്തെന്ന് അറിയപ്പെടുന്നത്, ഝാൻസി റാണി എന്ന് അറിയപ്പെടാറുണ്ട് അല്ലെ. ലക്നൗ ആരാണ്, ബീഗം ഹസ്രത്ത് മഹലാണ്. കാൺപൂർ ആരൊക്കെയാണ്, നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. ഫൈസാബാദ് ആരാണ്, മൗലവി അഹമ്മദുള്ള. ഇപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡൽഹി എന്ന് പറയുന്ന ബഹദൂർ ഷാ സെക്കൻഡ് ആണ്, ഝാൻസി എന്ന് പറയുന്ന റാണി ലക്ഷ്മിബായി ആണ്, ലക്നൗ എന്ന് പറയുന്ന ബീഗം ഹസ്രത്ത് മഹലാണ്, കാൺപൂർ നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്, ഫൈസാബാദ് ഏതാണ്, മൗലവി അഹമ്മദുള്ള. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക, എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. ഇനി ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷൻ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടായി, 1855 ഇതിൽ അടുത്ത ചോദ്യം ഇതാണ്. 1855 ഇവിടെ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് ബോംബെയിലാണ് കേട്ടോ, അത് ചോദ്യം വരാം. INC രൂപീകരിച്ചത് 1885 ബോംബെയിലാണ്. അടുത്ത ചോദ്യം ഇതാണ്. ഓക്കെ, ഡിസംബർ 28 കേട്ടോ. ഓക്കെ, അതിൽ എത്ര പേര് പങ്കെടുത്തു, 72 ഡെലിഗേറ്റ്സ് ആണ് പങ്കെടുത്ത്, പ്രതിനിധികൾ പങ്കെടുക്കുകയും ഉണ്ടായി. അപ്പോൾ അത് ഇതിൽ അത്ര ചോദ്യങ്ങൾ വരുള്ളൂ. അതുപോലെ തന്നെ 1885 മുതൽ 1947 സ്വാതന്ത്ര്യം കിട്ടുന്നവരെ എന്ത് ചെയ്തു, INC ആയിരുന്നു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ അത് സ്പ്ലിറ്റായി, INC രണ്ടായിട്ട് സ്പ്ലിറ്റായി, മിതവാദികളും തീവ്രവാദികളായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റായി. അതൊന്നും വരത്തില്ല. ഡ്രെയിൻ തിയറി ആരെന്ന് ചോദിക്കും. ഡ്രെയിൻ തിയറി ആരെയാണ്, ദാദാബായി നവറോജിയുടെയാണ് ഡ്രെയിൻ തിയറി. അപ്പോൾ അതും പഠിച്ചു വയ്ക്കാം. ചോർച്ച സിദ്ധാന്തം ആരുടെയാണ്, ദാദാബായി നവറോജിയുടെയാണ്. അപ്പോൾ ഇതിൽ അത്രയും വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്, സ്വദേശി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതിൽ ലീഡേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്, ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ. ഇവരാണ് എന്ത് പറയുന്നത്, ഫോറിൻ റൂൾ നമുക്ക് എടുത്ത് കളയണമെന്നും അവരെന്താണ് വിദേശ ഭരണത്തെ നമുക്ക് എടുത്ത് കളയണമെന്നൊക്കെ പറഞ്ഞു. ഇതിൽ ചോദിക്കുന്ന കാരണം ലാൽപാൽ ബാലാരെന്ന് ചോദിക്കും. ആരൊക്കെയാണ് ഈ പറഞ്ഞ ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാലാണ്. ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൽ ഹാവ് ഇറ്റ്, അത് നമ്മൾ നേടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ നേടുക തന്നെ ചെയ്യുന്നു, ഐ ഷാൽ ഹാവ് ഇറ്റ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് ആരാണ്, ഈ പറയുന്ന ബാലഗംഗാധര തിലക്. ഇത് ചോദിക്കാം. ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൽ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്. ഓക്കെ, ഇനി കൊളോണിയൽ റൂൾ നമുക്കറിയാം. ഇന്ത്യയിൽ
ബ്രിട്ടീഷുകാർ ഒരുപാട് കാലം ഭരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കുറിച്ച് പഠിക്കണം. നമ്മളെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമ്മൾ കറക്റ്റ് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ ഭരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ എഡ്യൂക്കേഷൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി ഇന്ത്യയിൽ 3 ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ കൊണ്ടുവന്നു. അപ്പോൾ ഇത് പഠിക്കണം. അടുത്തൊരു ചോദിക്കാൻ ഉള്ള കാര്യം ഇതാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ കൊണ്ടുവന്ന ആരാണ്? വില്യം ജോൺസ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ് ആണ്. കൽക്കത്ത മദ്രസ കൊണ്ടുവന്ന ആരാണ്? വാരൻ ഹേസ്റ്റിങ്സ് ആണ്. ബനാറസ് സംസ്കൃത് കോളേജ് ആരാണ്? ജോനാഥൻ ഡിങ്കൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കേട്ടിട്ട് LPUPക്കും ചോദിക്കും. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ് ആണ് കൊണ്ടുവന്നത്. കൽക്കത്ത മദ്രസ വാരൻ ഹേസ്റ്റിങ്സ് ആണ്. ബനാറസ് സംസ്കൃത് കോളേജ് ജോനാഥൻ ഡിങ്കൻ ആണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുക, ഓർത്തിരിക്കാം. ഈ 3 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, കൽക്കത്ത മദ്രസ, ബനാറസ് സംസ്കൃത് കോളേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നോക്കുന്നത് കേട്ടോ. പറയുന്നത് എന്താണ്, ഇന്ത്യയിൽ വന്ന് കുറച്ച് റിവോൾട്ടുകളും റെസിസ്റ്റൻസും അതുപോലെ തന്നെ അവർ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പോയി. ഈ പറയുന്ന അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി ക്ലാസ്സുകളും ജോഗ്രഫിയും അതുപോലെ തന്നെ എക്കണോമിക്സും പൊളിറ്റിക്സും എന്നൊക്കെ ബന്ധപ്പെട്ട് ടോപ്പിക്കുകൾ നമുക്ക് എന്തെങ്കിലും കവർ ചെയ്ത് പോകാം. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ പ്രത്യേകം വേണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാം. അപ്പോൾ SCRT സീരീസ് ആണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് SCRTയിൽ ഏതെങ്കിലും ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. LPUPക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ആ രീതിയിൽ മലയാളത്തിലും നമുക്ക് ക്ലാസ്സുകൾ എടുക്കാം. അപ്പോൾ കേട്ടിട്ട് എന്താണ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിഗോ റിവോൾട്ട് മുതൽ ഇതുവരെയുള്ള കുറച്ച് കാര്യം നമ്മൾ പറഞ്ഞു പോയായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്ത് ചെയ്യാം, അതൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.